40 ലക്ഷം ആളുകൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലൊക്കെ പോകുമ്പോ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ അങ്ങ് തിരിച്ചറിയുന്നുണ്ടല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. സാർ, സബ്സിഡി ഇനങ്ങളുടെ കാര്യം പറയാം. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ. അങ്ങ് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഞങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല സാർ. 2022-23 സബ്സിഡി ഇനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 1427 കോടി രൂപ നീക്കി വെച്ചു എന്ന് പറഞ്ഞു. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്നാൽ 23-24 ആയപ്പോഴത്തേക്കും അത് 565 കോടിയായി. ഒരു വർഷം തന്നെ 862 കോടി രൂപയുടെ കുറവാണ് സാർ വരുത്തുന്നത്. സാർ, ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു, അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഇല്ലാഞ്ഞിട്ട് ഉണ്ടെന്ന് തരുമോ? ഇല്ലാഞ്ഞിട്ടല്ലേ? അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നത് എവിടെ പോയിട്ട് വരിക? അത് മാവേലി പോയിട്ട് വരിക. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല സാർ. ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, 10 കൊല്ലമായിട്ടുള്ളൂ. ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം. കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് വിട്ടാ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവില്ല. മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം നിർത്താൻ പറ്റും. സാർ, CPI സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അവിടെ ദൂർത്തിന് കുറവില്ല. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നു എന്ന് ശ്രീ VP ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. സർ, ഇവിടെ പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. CPI സംസ്ഥാന കൗൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സാർ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിനും വിലക്കയറ്റമാണ്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്തേ സർ, ഇതെല്ലാം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം വിരുദ്ധമായി എന്തും പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ പുറത്തേക്കുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം ഞാൻ പുറത്തു പോടോ. ഞാനെ കൂട്ടുപോയി